ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്ട്രെസ്സ് ആങ്സൈറ്റി ഇത് ഒരു 50% കുറക്കാനും നമ്മുടെ ആയുസ് ഒരു 5-6 വർഷം, ഒരു 6-7 വർഷം കൂട്ടാനും പറ്റിയ ഒരു 6-7 ഹോബീസാണ് പറയുന്നത്. ഈ എല്ലാ ഹോബീസും നിങ്ങൾ പരീക്ഷിച്ചാൽ ഉറപ്പായിട്ടും ആയുസ് അടക്കം കൂടും. അതല്ല, അതിൽ ഒരെണ്ണം പരിശീലിച്ചാൽ പോലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ്സ് കുറക്കുകയും ആയുസ് കൂട്ടുകയും ചെയ്യാന്നുള്ളത്. ഒന്നാമത്തത് നിങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വായനാശീലമാണ്. ഡെയിലി ഹാഫ് ആൻ അവർ വായിക്കുക, എന്തെങ്കിലും ഒന്ന് വായിക്കുക. അങ്ങനെ അരമണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ്സ് 67% കുറയുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ഹാർട്ട് റേറ്റ് കുറയും, BP നോർമലൈസ് ചെയ്യും, ബ്രെയിനിലേക്കുള്ള സ്ട്രെസ് ഹോർമോൺസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ന്യൂട്രൽ സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഹാഫ് ആൻ അവറെങ്കിലും ഡെയിലി വായിക്കാൻ ശീലിക്കുക. രണ്ടാമത്തത്, ഒരുപക്ഷെ എല്ലാവർക്കും ഒന്നും പറ്റണമെന്നില്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുക എന്നുള്ളതാണ്. അതൊരു മ്യൂസിക്കൽ സെൻസുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ സെൻസ് ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുകയും അത് വായിക്കുകയും ചെയ്യുമ്പോൾ 40% വരെ സ്ട്രെസ്സ് കുറയുമെന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഡാൻസും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്കില്ല് വേണമെന്നില്ല. ഡാൻസ് ചെയ്യാൻ പഠിക്കുക, കുറച്ച് സമയമെങ്കിലും ഡാൻസ് ചെയ്യുക ഡെയിലി. അങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ഡിമെൻഷ്യ അടക്കം 70% കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നാലാമത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡനിങ് ആണ്. വീട്ടിൽ ഗാർഡനിങ് നടത്തുക, അത് എല്ലാ ദിവസവും ഒരു ഇത്തിരി സമയം രാവിലെ തന്നെ അതിലേക്ക് ഇറങ്ങുക. ചെടികളും പൂക്കളും പച്ചക്കറികളൊക്കെ നട്ട് വളർത്തി അതിനെ പരിലാളിച്ച് അതിൻ്റെ പൂക്കളും ചെടികളൊക്കെ നോക്കി നനച്ചു കൊടുത്ത് മണ്ണിൽ പണിയെടുക്കുകയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോർട്ടിസോൾ റേറ്റ് 30% കുറയും എന്നുള്ളതും ഒരു ഗുഡ് ഫീലിംഗ് കിട്ടും എന്നുള്ളതാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊക്കെ ചെയ്തവർക്കൊക്കെ അറിയാം. ഗാർഡനിങ് നടത്തുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം. നമ്മൾ പരിപാലിച്ചിട്ട് ഒരു ചെടി വളരുന്നത്, അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ ഇതൊക്കെ കാണുന്നത് നേച്ചറുമായിട്ടുള്ളൊരു ബന്ധം കൂടെയാണ്. അതുകൊണ്ട് ഗാർഡനിങ് വഴി ശരിക്കും നമ്മുടെ സ്ട്രെസ്സ് കുറക്കാനും ആയുസ് കൂട്ടാനും പറ്റുമെന്ന് പറയുന്നത്. അഞ്ചാമത്തത് വാക്കിംഗ് വിത്ത് നേച്ചറാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഏത് സിറ്റിയിൽ ജീവിക്കുകയാണെങ്കിലും പ്രകൃതിയിലേക്ക് ഒരു ഹാഫ് ആൻ അവർ നടക്കാൻ പറ്റുക. അപ്പം നടത്തത്തിൻ്റെ ഗുണമുണ്ട്. അതോടൊപ്പം പ്രകൃതിയിലേക്ക് വെറുതെ കാടുകളിലേക്കോ മരങ്ങളിലേക്കോ തോട്ടത്തിലേക്കോ അവിടെയുള്ള പക്ഷികളെ കാണാനും അങ്ങനെ വെറുതെ പ്രകൃതിയുമായിട്ട് നടക്കുക. പറ്റുമെങ്കിൽ ചെരുപ്പ് ഒഴിവാക്കിയിട്ട് ഭൂമിയിൽ എർത്തിങ് നടത്തുക എന്നുള്ളതാണ്. കാല് നേരിട്ട് ഭൂമിയിൽ വെച്ച് നടക്കുക. എല്ലാ സ്ഥലത്തും എപ്പോഴും അങ്ങനെ പറ്റണമെന്നില്ല. അതും കൂടെ ചെയ്യുകയാണെങ്കിൽ ആയുസ് കൂട്ടാനും സ്ട്രെസ്സ് കുറയ്ക്കാനും വളരെ ഗുണകരമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ശരിക്കും കുക്കിംഗ് ആണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടെന്നുള്ളതാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ട്രെസ്സ് കുറവാണെന്നാണ് പറയുക. അതിൻ്റെ കാര്യം കുക്കിംഗ് ആണ്. ആസ്വദിച്ച് കുക്ക് ചെയ്യുക. പുരുഷന്മാരാണെങ്കിൽ ഇടയ്ക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കുന്നത് അവരുടെ സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കുകയും ഹാപ്പി ഹോർമോൺസ് കൂട്ടുകയും ആയുസ് കൂട്ടുകയും ചെയ്യുമെന്ന് പറയുന്നത്. കുക്കിംഗ് പരിശീലിക്കുക, കുക്കിംഗ് ഒരു ഹോബിയായിട്ട് എടുക്കുക. സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുക്കായിട്ട് മാറുക, ഒരു ഷെഫായി മാറുക എന്നുള്ളതല്ല, ഒരു ഹോബിയായിട്ട് എടുത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കുറയും എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. നമുക്ക് സ്ട്രെസ്സ് വരുന്ന, ഓവർ തിങ്ക് വരുന്ന, നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടുന്നതൊക്കെ എഴുതി വെക്കുക. നമ്മുടെ ലൈഫ് മൊത്തം എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒരു 30 മുതൽ 40% വരെ കോർട്ടിസോൾ റേറ്റ് കുറയും, സ്ട്രെസ് ഹോർമോൺസ് കുറയും, നമുക്ക് ഹാപ്പിനെസ് കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജേർണലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസത്തിൻ്റെയും ഓഡിറ്റ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. ഇതിലേതൊക്കെയാണോ നമുക്ക് ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ശീലമായിട്ട് മാറ്റുന്നത്, അത് അത്രയും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നമ്മുടെ ക്യാരക്ടർ മാറ്റം വരും, നമ്മുടെ ആയുസ് കൂടും. ഇത്തരം നല്ല വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.